ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ സമരം തുടരാൻ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ. വിജ്ഞാപനം തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് പുറത്തിറക്കിയില്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്ന് UNA മുന്നറിയിപ്പ് നൽകി. രോഗികളുടെ ചികിത്സ തടസ്സപ്പെടാതിരിക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും സംഘടന വ്യക്തമാക്കുന്നുണ്ട്. ഗോകുൽ നൽകും വിശദാംശങ്ങൾ. ഗോകുൽ, നമ്മൾ ഇന്നലെ കണ്ടതാണ് തലസ്ഥാനത്ത് നഴ്സുമാരുടെ സമരം. ഒട്ടനവധി പേരാണ് തലസ്ഥാനം സ്തംഭിപ്പിച്ച തരത്തിലുള്ള പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം നഴ്സുമാരാണ് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായുള്ള പ്രതിഷേധം ഇന്നലെ നടത്തിയത്. എന്തായാലും അവർ മുന്നറിയിപ്പ് നൽകുന്നു, അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ തീരുമാനമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നുള്ളത്. ഇനിയുള്ള അവരുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും ഗോകുൽ? റീത്ത, കീർത്തന, ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഏറ്റവും അടുത്ത ദിവസത്ത് തന്നെ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് നഴ്സുമാരുടെ ആവശ്യം. ഇന്നലെ ആയിരുന്നു സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജാഥയും സമരപരിപാടികളുമായി മുൻപോട്ട് വരികയും തുടർന്ന് മാനവീയം വീതിയിലേക്ക് വരെ ഈ സമരം എത്തുകയും ചെയ്തു. എന്തായാലും 40,000 രൂപയോളം അടിസ്ഥാന ശമ്പളം ഉയർത്തുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ആവശ്യം. 2018 ഏറ്റവും അവസാനമായി ശമ്പള വർധനവ് ഈ മേഖലയിൽ ഉണ്ടായത്. അതും 20,000 രൂപയായി ശമ്പള വർധനവ് ഉണ്ടായപ്പോഴും പലപ്പോഴും ഫ്രഷേഴ്സിന് മാത്രം കിട്ടുന്നത് 10,000 അതിൽ താഴെയോ രൂപ മാത്രമാണ് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന ഈ സമരവേദിയിൽ ഉണ്ടായ ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടായി. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 40,000 രൂപയോളം അടിസ്ഥാന ശമ്പളം ഉയർത്താൻ തീരുമാനമാവുകയും ചെയ്തു. എന്തായാലും സംസ്ഥാനത്തെ വിവിധ സ്വകാര്യ ആശുപത്രികൾ ഇത്തരത്തിൽ 40,000 രൂപയോളം അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും സമരം രൂക്ഷമാക്കാൻ തന്നെയാണ് നഴ്സസ് അസോസിയേഷന്റെ തീരുമാനം. നിലവിൽ എന്തായാലും തിങ്കളാഴ്ച വരെ അടിയന്തര ചികിത്സകൾക്ക് വേണ്ടിയുള്ള സേവനം തുടരുകയും ചെയ്യും. അതിനപ്പുറത്തേക്കുള്ള സേവനങ്ങളൊക്കെ പിൻവലിക്കാനാണ് ഇനി വരും ദിവസങ്ങളിൽ നഴ്സസ് അസോസിയേഷന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി തൃശ്ശൂരിൽ നിന്ന് കാൽനട ജാഥ സംഘടിപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് എത്താനുള്ള നീക്കവുമുണ്ട്. തിങ്കളാഴ്ച തന്നെ ഈ ഒരു ഉത്തരവ് സർക്കാർ പുറത്തിറക്കണമെന്നുള്ള ഒരു അവകാശവും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പ്രസിഡന്റ് ജാസ്മിൻ ഷാ അറിയിക്കുന്നു. രേഖാമൂലം പ്രതിഷേധക്കാർക്ക് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വിജ്ഞാപനം ഇറക്കിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരം എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഗോകുൽനാഥാണ് തലസ്ഥാനത്ത് നിന്നുള്ള വിശദാംശങ്ങൾ നൽകി.